തൃശൂർ ജില്ലയിലെ നെടുപുഴയിൽ 70 ഗ്രാം MDMA-യുമായി സഹോദരങ്ങൾ അറസ്റ്റിലായി. പോലീസ് പരിശോധനയ്ക്കിടയിൽ 2 പേർ ഓടി രക്ഷപ്പെട്ടു. വാടക വീട്ടിലായിരുന്നു ലഹരി കച്ചവടം നടത്തിയിരുന്നത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് 4 കിലോ കഞ്ചാവും 70 ഗ്രാം MDMA-യുമായി സഹോദരങ്ങൾ ഉൾപ്പെടെ 3 പേർ പിടിയിലായത്. നെടുപുഴ മാഷുപടിയിൽ വാടക വീട്ടിൽ താമസിച്ചിരുന്ന അലൻ ജോൺസൺ, അരുൺ ജോൺസൺ, ആഞ്ജനയൻ എന്നിവരാണ് പിടിയിലായത്. പോലീസ് പരിശോധനയ്ക്കിടെ 2 പേർ ഓടി രക്ഷപ്പെട്ടു. ഓടി രക്ഷപ്പെട്ടവരെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ലഹരി മരുന്ന് വാങ്ങാൻ വാടക വീട്ടിലേക്ക് ദിനംപ്രതി നിരവധി പേർ എത്താറുണ്ടെന്ന് സമീപവാസികൾ പോലീസിനോട് പറഞ്ഞു. പ്രദേശവാസികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പല ദിവസങ്ങളിലും പോലീസ് പരിശോധനകൾ നടത്താറുണ്ടെങ്കിലും ലഹരി വസ്തുക്കൾ കണ്ടെത്താൻ കഴിയാറില്ല. കഴിഞ്ഞ 1.5 വർഷമായി വീട് കേന്ദ്രീകരിച്ച് ലഹരി കച്ചവടം നടത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തി. ദിവസങ്ങളോളം വീട് കേന്ദ്രീകരിച്ച് നടത്തിയ നിരീക്ഷണത്തിനൊടുവിൽ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് വീട് വളഞ്ഞത്. പോലീസ് വീടിനകത്ത് കടക്കുമ്പോൾ MDMA വ്യത്യസ്ത കവറുകളിലാക്കി വിൽപ്പനയ്ക്ക് വേണ്ടി പാക്ക് ചെയ്യുകയായിരുന്നു പ്രതികൾ. MDMAയ്ക്കും കഞ്ചാവിനും പുറമെ മറ്റു ലഹരി വസ്തുക്കളും ഇവിടെ നിന്നും കണ്ടെടുത്തു. മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. തൃശൂർ നഗരത്തിന് സമീപത്തെ ഉൾപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വൻതോതിൽ ലഹരി കച്ചവടം നടക്കുന്നതായി നേരത്തെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. നെടുപുഴ ഇൻസ്പെക്ടർ ഷജകുമാർ, SI-മാരായ ശാന്താറാം, KR സന്തോഷ് തുടങ്ങി 10ഓളം പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡും പ്രതികളെ പിടികൂടിയതും. റിപ്പോർട്ടർ, തൃശൂർ.